അതൊരു പൊന്നിൻ തിരുവോണ ദിനമായിരുന്നു. മലയാളികൾ തിരുവോണ സദ്യ ഉണ്ട് കുടുംബമായി സന്തോഷം പങ്കിടുന്ന സമയം. ബന്ധുവീടുകളിലേക്ക് ഓണസമ്മാനങ്ങളുമായി യാത്ര തിരിച്ച സമയം. കൊല്ലം മൈനാഗപ്പള്ളി എന്ന നാട് വൈകിട്ട് 6 മണി വരെ ഓണാഘോഷത്തിന്റെ മൂഡിലായിരുന്നു. നിമിഷ നേരം കൊണ്ട് അതെല്ലാം സങ്കടത്തിലേക്ക് വഴിമാറി. പിന്നീടുള്ള നിമിഷങ്ങൾ ദാരുണ സംഭവങ്ങളുടെ തുടക്കമായിരുന്നു. ഞങ്ങളുടെ ജീവിതം പോയത്. ഓണാഘോഷത്തിന് വീട്ടിലെത്തിയ ബന്ധുക്കൾക്ക് പായസം തയ്യാറാക്കി നൽകാനുള്ള സാമഗ്രികൾ വാങ്ങാനിറങ്ങിയതായിരുന്നു മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ. ക്യാൻസർ രോഗബാധിതയായിരുന്നു അവർ. ഭർത്തൃ സഹോദര ഭാര്യയുടെ സ്കൂട്ടറിൽ കുഞ്ഞുമോൾ കടയിലേക്ക് വന്നു. ഈ കടയിൽ നിന്നാണ് ഫൗസിയയും കുഞ്ഞുമോളും സാധനങ്ങൾ വാങ്ങിയത്. അതിനുശേഷം സ്കൂട്ടറിൽ ഈ റോഡിലൂടെ മുന്നോട്ട് പോയി. ആ സമയത്താണ് അമിത വേഗത്തിലെത്തിയ കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചത്. ഫൗസിയയും കുഞ്ഞുമോളും ആദ്യം വീണത് കാറിന്റെ ബോണറ്റിലേക്ക്. തൊട്ടു പിന്നാലെ കുഞ്ഞുമോൾ കാറിന്റെ അടിയിലേക്ക് വീണു. കാറിന്റെ അടിയിൽ കിടന്ന് കുഞ്ഞുമോൾ ജീവന് വേണ്ടി നിലവിളിച്ചു. ആ സമയത്തും മനസാക്ഷിയില്ലാത്ത അജ്മൽ ജീവൻ രക്ഷിക്കാൻ തയ്യാറായില്ല. കാറിനുണ്ടായിരുന്ന ശ്രീകുട്ടി ഒരു ഡോക്ടറായിരുന്നു. അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങേണ്ടവരാണ്. അവരും അതിന് തയ്യാറായില്ല. ആ കാറിലുണ്ടായിരുന്ന അജ്മലും സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു. ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കൂവി പറയുന്നുണ്ട്, വണ്ടി എടുക്കല്ലേ, നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചായിത്താൽ ഞാൻ കിട്ടും. പക്ഷെ അയാൾ ആരും പറയുന്നത് കേൾക്കാതെ 2-3 വെട്ടം ഇങ്ങനെ ഇട്ട് ഉരുട്ടി. ഞങ്ങൾ വണ്ടിയിലിട്ട് തട്ടുവാണ്. ഞങ്ങൾ 4-5 പേര് അപ്പുറവും ഇപ്പുറവും നിന്ന് വണ്ടിയിട്ട് ഗ്ലാസ്സിലെല്ലാം ഇട്ട് തട്ടിയണക്കെ തന്നെ. അപ്പം വീണ്ടും പുറന്നോട്ടെടുത്ത് വീണ്ടും അതിനകത്ത് വളരെ ഞെരുക്കി, വളരെയധികം ക്രൂരമായിട്ട് ഒരു മനുഷ്യ ജീവനെ അടിയിലിട്ട് എത്രയോ ക്രൂരമായി പീഡിപ്പിക്കുക. ആ രീതിയിൽ പീഡിപ്പിച്ച് ടയർ വളരെ ഞെരുക്കി അമർത്തിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. കുഞ്ഞുമോൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ അജ്മലും ശ്രീകുട്ടിയും കാറിൽ പാഞ്ഞു. നാട്ടുകാർ പിന്നാലെ. എവിടെയെങ്കിലും ഒളിക്കുകയായിരുന്നു അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും ലക്ഷ്യം. അതിനിടെ പല വാഹനങ്ങളിലും ഇവർ സഞ്ചരിച്ച കാറിടിച്ചു. പലർക്കും പരിക്ക് പറ്റി. പക്ഷേ അതൊന്നും ഇരുവർക്കും യാതൊരു പ്രശ്നവുമായിരുന്നില്ല. ആരുടെ ജീവൻ പോയാലും തങ്ങൾക്ക് രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും പ്രതീക്ഷകൾ വിജയിച്ചില്ല. നാട്ടുകാർ ഇവരെ ബൈക്കിൽ പിന്തുടർന്നു. പുതിയകാവ് ഭാഗത്ത് വെച്ച് കാറിന് കുറുകെ ബൈക്ക് നിർത്തി നാട്ടുകാർ ഇവരെ തടഞ്ഞു. ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ അജ്മൽ കാറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരും അജ്മലും തമ്മിൽ 5 മിനിറ്റോളം നീണ്ട വാക്കേറ്റം. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ലാഘവത്തിൽ അജ്മൽ സമീപത്തെ വീടിന് പിന്നിലേക്ക് പോയി. പോലീസ് എത്തിയതോടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. പെരയ്ക്കകത്തോട്ട് കയറി വരാൻ നേരം വൈഫ് കൈകൊണ്ട് തടഞ്ഞപ്പോൾ വൈഫിന്റെ കൈ വലിച്ച് തട്ടിയിട്ടാണ് അകത്തോട്ട് കയറി വരും. നീ അതിനകത്തിരിക്കേണ്ട, നീ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് പ്രവർശത്തെ മതിൽ കയറി തൊട്ട് പുറകെ തന്നെ ഇദ്ദേഹത്തിന്റെ അജ്മലിന്റെ കൂടെ വന്ന ആ പെണ്ണ് നമ്മുടെ വീട്ടിൽ കയറി വന്നപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഈ ഇതിനകത്തോട്ട് കയറിയ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നായി. നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ തടികടാകുമെന്ന് മനസ്സിലാക്കിയ അജ്മൽ പ്രിയ കൂട്ടുകാരിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ലഹരിയുടെ പിടിയിലായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശ്രീകുട്ടി. ശ്രീകുട്ടി പോലീസ് കസ്റ്റഡിയിൽ. അജ്മലിനായി തെരച്ചിൽ. അപ്പോഴും കുഞ്ഞുമോൾ എന്ന ആ സാധു സ്ത്രീ ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. കാറിന്റെ ടയറുകൾ കയറിയിറങ്ങി തകർന്ന എല്ലുകളിൽ നിന്നുള്ള വേദനയിൽ അവർ ഉളയുകയായിരുന്നു. രാത്രി 9ഓടെ ഭർത്താവിനെയും മക്കളെയും തനിച്ചാക്കി അവർ ജീവൻ വെടിഞ്ഞു. തൊട്ടടുത്തിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞ അവളാണ് വണ്ടി പെട്ടെന്ന് വിട് എന്ന് പറയുന്നത്. നമ്മുടെ ഇത്രയും ഈ ഒരു സംഭവം നടക്കുമ്പോൾ സമീപത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറായ അവളെ ഈ രീതിയിൽ ചെയ്താൽ നമ്മൾ രോഗികളെങ്ങനെ അവിടെ അടുത്ത് ഒരു കാര്യമായി ചെല്ലും. ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് എന്നെ ഇടിക്കുന്നുണ്ട്, എന്നെ ഇടിക്കാൻ വന്നവൻ.
വണ്ടി പിന്നെ വലിക്കാനുള്ള ഗ്യാപ്പ് മതവിളയിക്കുന്ന ആനയുടെ മുന്നിൽ ആരെങ്കിലും ചെല്ലും. ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കേണ്ട ബാധ്യതയുള്ളവരാണ്. അവർ ഈ കാറിലുണ്ടായിരുന്നിട്ടും അവരുടെ ആ കൃത്യം മറന്നുകൊണ്ട് അവരുടെ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി അവർ ഈ അനാശാസ്യ പ്രവണതകൾക്ക് പിന്നെ ചൂട്ടുപിടിക്കുന്ന രീതിയിൽ അവരാണ് ഈ വണ്ടി വേഗത്തിൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അതിൽ തുടർന്നാണ് ഈ സ്ത്രീ അതിദാരുണമായി മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റരുത് എന്ന് പറഞ്ഞിട്ടും അജ്മൽ നിർദ്ദയം കാർ മുന്നോട്ട് ഓടിച്ചു പോവുകയായിരുന്നു. അതായത് ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെട്ട ശ്രീകുട്ടി അജ്മലിനെ വിലക്കാൻ പോലും തയ്യാറായില്ല എന്ന് ചുരുക്കം. ചേട്ടത്തി ആ കാറിന്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത്. ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ്, പക്ഷെ എന്തോ പിന്നെയും ആ കാർ കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ്. അജ്മലിനായി പോലീസ് തലങ്ങും വിലങ്ങും ഓടി. രാത്രി പുലരുവോളം നടത്തിയ പരിശോധനയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അജ്മലിനെ ശാസ്താംകോട്ട പോലീസ് പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മനുഷ്യത്വമില്ലാത്ത ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതികളുമായി തെളിവെടുക്കാൻ പോലീസ് പലതവണ ശ്രമിച്ചു. നാട്ടുകാർ രോക്ഷാകുലരായിരുന്നു. അജ്മലിനെയും ശ്രീകുട്ടിയെയും വിട്ടുതരാൻ അവർ മുറവിളി കൂട്ടി. നീ മാസ്ക് താക്കിയിട്ടിരിയടാ, നിന്നെ കണ്ടിരിക്കതേ. എന്തിനാ കുനിഞ്ഞിരിക്കുന്ന മോന്ത കുനിച്ചു വെച്ചേക്കുന്നത്? എന്തിനാണ് മാസ്ക് ഇട്ടുകൊണ്ട്? ഇത്രയും ക്രൂര കൃത്യം ഈ ആനൂർകാവി ചെയ്തിട്ട് ഒരു ജീവന്റെ വില എന്തുവാന്ന് പോലും അറിയാതെ അവനെ അത്രയും ക്രൂര കൃത്യം ചെയ്തിട്ട് അവൻ എന്തിനാണ് തല കുനിച്ചിരിക്കുന്നത്? പൊതുജനങ്ങളെ നേരിടുക. പിടിവിട്ടു നിൽക്കുകയായിരുന്ന ആൾക്കൂട്ടം പ്രതികളെ ആക്രമിക്കുമെന്ന് പോലീസ് ഭയന്നു. കൂടുതൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ചു. ജീപ്പിൽ നിന്ന് പുറത്തിറക്കാതെ തെളിവെടുത്തു. ആൾക്കാരെല്ലാം കൂടെ അവനെ പെരുമാറുമെന്ന് പറഞ്ഞാ ഇറങ്ങാഞ്ഞത്. എന്തോ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു ജീവനല്ലേ നഷ്ടപ്പെട്ടെ, എന്നിട്ട് കാര്യമില്ല. പെമ്മക്കൊക്കെ ഇല്ലാതെ വന്നത്. കോടതിയിൽ എത്തിച്ച ഇരു പ്രതികളെയും റിമാൻഡ് ചെയ്തു. തിരുവോണദിനം സുഹൃത്തിന്റെ വീട്ടിലെത്തി ഇരുവരും ഓണം ആഘോഷിച്ചു. അമിതമായി മദ്യപിച്ചു. സുഹൃത്തിന്റെ അമ്മയുടെ പേരിലുള്ള കാറിലായിരുന്നു ഇരുവരും ഓണം ആഘോഷിക്കാൻ ഇറങ്ങിയത്. ഇൻഷുറൻസ് പരീക്ഷ പോലുമില്ലാത്ത കാറിലെത്തിയാണ് ക്രൂരകൃത്യം ഇരുവരും ചെയ്തത്. 2023 ഡിസംബർ 30 അവസാനിച്ചതായിരുന്നു ഇൻഷുറൻസ്. എന്നാൽ അപകടമുണ്ടാക്കിയതിന് പിന്നാലെ ഓൺലൈൻ വഴി കാറിന്റെ ഇൻഷുറൻസ് പുതുക്കി നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചു. അജ്മൽ നിസ്സാരക്കാരനല്ല. ചന്ദ്രക്കടത്ത്, വാടകയ്ക്ക് കാർ എടുത്ത ശേഷം മറിച്ചു വിൽക്കൽ, അങ്ങനെ 10ലധികം കേസുകൾ പ്രതിയാണ്. നൃത്താധ്യാപകന്റെ രൂപത്തിലാണ് സ്ത്രീകളെ ഇയാൾ സമീപിക്കുക. അവരോട് അടുത്ത് സൗഹൃദം സ്ഥാപിക്കും. സ്ത്രീകളിൽ നിന്ന് പണം തട്ടിയെടുക്കും. ഇതായിരുന്നു അജ്മലിന്റെ രീതി. പ്രതിയാണ്. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. അജ്മലും ശ്രീകുട്ടിയും തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് 6 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അജ്മൽ നൃത്ത അധ്യാപകനാണ് എന്നറിഞ്ഞതോടുകൂടി നൃത്തം പഠിക്കാനുള്ള കമ്പം ശ്രീകുട്ടിയിൽ വളർന്നു. ആ കമ്പം വലിയ സൗഹൃദത്തിലേക്ക് വഴിവെച്ചു. 8 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ ശ്രീകുട്ടി ആ ബന്ധം നേരത്തെ ഉപേക്ഷിച്ചതാണ്. അതിനുശേഷമാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ആരംഭിച്ചതും അജ്മലുമായുള്ള ബന്ധം സ്ഥാപിച്ചതും. ക്രിമിനൽ കേസ് പ്രതിയായ അജ്മലുമായുള്ള ആ ബന്ധം ശ്രീകുട്ടിയെ അഴിക്കുള്ളിൽ ആക്കുകയും ചെയ്തു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു.
അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടത്. അജ്മലിനെ ശ്രീകുട്ടി ചോദ്യം ചെയ്യലിൽ തള്ളിപ്പറഞ്ഞു. ഒപ്പം ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. 6 മാസത്തിനിടെ 20 ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ കൈപ്പറ്റിയെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ശ്രീകുട്ടി മൊഴി നൽകി. ആ പണം തിരികെ വാങ്ങുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ബന്ധം തുടർന്നത്. പക്ഷേ കുഞ്ഞുമോളെ കാർ കയറ്റിക്കൊന്ന കേസിൽ തന്നെയും പ്രതിയാക്കാനാണ് അജ്മൽ ശ്രമിച്ചത്. അപകടമുണ്ടായപ്പോൾ താൻ ഭയന്നു. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ താൻ പറഞ്ഞിട്ടില്ല. കാർ കയറ്റിയിറക്കാൻ താൻ പറഞ്ഞു എന്നത് അജ്മലിന് രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രം. വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന കാര്യം അജ്മൽ മറച്ചുവെച്ചു. തന്റെ പണം സ്വന്തമാക്കുക മാത്രമായിരുന്നു അജ്മലിന്റെ ലക്ഷ്യം. സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചെന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. വിശദമായ അന്വേഷണങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 45 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു വീട്ടമ്മ. അവർക്ക് ജീവിതം ഇനി ഏറെ ഉണ്ടായിരുന്നു. അവരുടെ ജീവൻ എടുത്തു തന്നെയാണ് മനഃപൂർവ്വമായ നരഹത്യ. ശ്രീകുട്ടിക്ക് ആ നരഹത്യ തടയാമായിരുന്നു. ഡോക്ടറായിരുന്നിട്ട് പോലും അവർ അതിന് തയ്യാറായില്ല. അത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി നീതിയുക്തമായ തീരുമാനമെടുക്കട്ടെ. കുഞ്ഞുമോളുടെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി.